നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക ഫ്രം ദി ഗിവൺ ട്രയൽ ബാലൻസ്. തന്നിരിക്കുന്ന ഐറ്റങ്ങൾ ഓരോന്നും എങ്ങോട്ട് പോകുന്നു ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ എവിടെ പോകും? ബാലൻസ് ഷീറ്റ്. ഡ്രോയിങ്സ് എവിടെ പോകും? ബാലൻസ് ഷീറ്റ്. പർച്ചേസ് ആൻഡ് സെയിൽസ് എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട്. റിട്ടേൺസ് എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട്. കാരേജ്, വെറും കാരേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കാരേജ് ഇൻവാർഡ്, എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട്. റെന്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എവിടെ പോകും? പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ട്. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അസറ്റും ലാബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട്. ബിൽഡിംഗ് അസറ്റ് ആണ്, എവിടെ പോകും? വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട്. കമ്മീഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എവിടെ പോകും? പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ട്. പ്രിന്റിംഗ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. സാലറി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ലോൺ ലാബിലിറ്റി ആണ്, എവിടെ പോകും? ബാലൻസ് ഷീറ്റ്. മിഷനറി അസറ്റ് ആണ്, എവിടെ പോകും? ബാലൻസ് ഷീറ്റ്. ഓക്കെ, then നെക്സ്റ്റ് വരുന്ന പോർഷൻസ്, നെക്സ്റ്റ് വരുന്നത് ബാഡ് അപ്റ്റ് അല്ലേ. ബാഡ് അപ്റ്റ്, ദിസ് ഈസ് കോൾഡ് മിയർ ബാഡ് അപ്റ്റ്, എവിടെ പോകും? പ്രോഫിറ്റ് ലൂസ് അക്കൗണ്ട്. ഫർണിച്ചർ അസറ്റ് ആണ്, എവിടെ പോകും? ബാലൻസ് ഷീറ്റ്. ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്, എവിടെ പോകും? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്. ബിൽസ് പേയബിൾ ലാബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിന്റെ എവിടെ പോകും? ലാബിലിറ്റി സൈഡ്. ക്യാഷ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ്. ബാങ്ക് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കോളത്തിലാണുള്ളത്, ഇതെവിടെ പോകും? പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ടിൽ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഐറ്റങ്ങൾ എവിടെ പോകുന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നോക്കുന്നത്. ഒന്ന് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അല്ലെ, 12,000. രണ്ട് സ്ഥലങ്ങളിൽ കാണിക്കും. ഏതാ രണ്ട് സ്ഥലം? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്, ഒന്ന് ബാലൻസ് ഷീറ്റ് അല്ലെ. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ അല്ലെ. അപ്പം ഫർണിച്ചർ 10,000 ആണ്, ഇതിന്റെ 5%, മിഷനറിന്റെ 10% അല്ലെ. ആ രണ്ട് എമൗണ്ടും കണ്ടിട്ട് നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പോയിട്ട് ലെസ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എവിടെ കാണിക്കും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കൊണ്ടുപോയിട്ട് സാലറിയോട് ആഡ് ചെയ്യും അല്ലെ, സാലറിനോട് പ്ലസ് ചെയ്യും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് കാണിക്കും. പ്രീപെയ്ഡ് റെന്റ് നമ്മൾ എന്ത് ചെയ്യണം? റെന്റിൽ നിന്ന് ലെസ് ചെയ്യണം അല്ലെ, റെന്റിൽ നിന്ന് ലെസ് ചെയ്യണം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതുപോലെ തന്നെ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റ് കാണിക്കണം. എവിടെ? പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റ് അല്ലെ. ഇവിടെ എന്തുണ്ട്? ന്യൂ പ്രൊവിഷൻ തന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ്? 5%. ഇതിൽ നമുക്ക് ഫർദർ ബാഡ് അപ്റ്റ് തന്നിട്ടുണ്ടോ? ഫർദർ ബാഡ് അപ്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെറ്റേഴ്സിന്റെ നേരെ 5% കാൽക്കുലേറ്റ് ചെയ്യാം. മറ്റു നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഡെറ്റേഴ്സിൽ നിന്ന് എന്ത് കുറയ്ക്കേണ്ടിയിരുന്നു? ഫർദർ ബാഡ് അപ്റ്റ് കുറച്ച് കിട്ടുന്ന എമൗണ്ടിന്റെ 5% ആയിരുന്നു നമ്മൾ കാണാറുള്ളത് അല്ലെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ശരി, നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഫസ്റ്റ് പോർഷൻ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത് പ്ലേസ് ചെയ്തു. പർച്ചേസ് ഉണ്ട്, റിട്ടേൺ ഉണ്ട് അല്ലെ. പർച്ചേസ് റിട്ടേൺ ഉണ്ട്. ആ പർച്ചേസ് റിട്ടേൺ നമ്മൾ പർച്ചേസ് ലെസ് ചെയ്തു. വേജസ് ഉണ്ട്. വെറും കാരേജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കാരേജ് ഇൻവാർഡ് ആണ്, അതും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ട്. സെയിൽസ് നിന്ന് റിട്ടേൺ നമ്മൾ കുറച്ചു. അഡ്ജസ്റ്റ്മെന്റിൽ എന്തുണ്ടായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അല്ലെ. രണ്ട് സ്ഥലത്ത് കാണിക്കും. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ 82,000 രൂപയുണ്ട്. സെയിം ടോട്ടൽ എടുത്ത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ഇട്ടു. ഇതിൽ നിന്ന് 82 ഇത് കുറച്ചു, ഇത് കുറച്ചു, ഇത് കുറച്ചു, ഇത് കുറച്ചു. അത്രയും ഡിഡക്ട് ചെയ്ത സമയത്ത് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി. എത്ര? 34,000. ഇതെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ആണെന്ന് എഴുതാം, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു അങ്ങോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതാം. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ കാണുന്ന പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ കടന്നു അല്ലെ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ കടന്നു. ദെൻ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്രം 34,000 കാണുന്നത്. ഇതെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ആണ് അല്ലെ. ഓക്കെ, ദെൻ റെന്റ് ഉണ്ട്. റെന്റിൽ നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട് എന്തുണ്ട്? അഡ്ജസ്റ്റ്മെന്റിൽ എന്തുണ്ടായിരുന്നു? പ്രീപെയ്ഡ് ഉണ്ട്. പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ റെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. 2,000 മൈനസ് 300 എത്ര കിട്ടി? 1,700 അല്ലെ. കമ്മീഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതി. ഡിസ്കൗണ്ട് ഒന്നും ചെയ്യാനില്ല, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. പ്രിന്റിംഗ് ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് എഴുതി. സാലറിന്റെ കൂടെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പൊ 2,300 1000 3,300 ആയിട്ട് മാറി അല്ലെ. ഇനി ബാഡ് അപ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം എവിടെ തന്നിട്ടുണ്ട്? ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു സ്ഥലത്ത് കാണിക്കും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് അല്ലെ. അപ്പം നമ്മൾ ബാഡ് അപ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്.
ദെൻ ആഡ് പ്രൊവിഷൻ നമ്മളോട് 5% കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെറ്റേഴ്സിന്റെ 5% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് എത്ര വന്നു? 1000 വന്നു. ഇതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ 2000 കിട്ടി. റെഡി? നെക്സ്റ്റ് മിഷനറി ഉണ്ട്. മിഷനറിയുടെ വാല്യൂ ഇടാം. 30,000 രൂപയാണ് മിഷനറിയുടെ വാല്യൂ. 30,000 ഇൻറ്റു 10% ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? 3000 കിട്ടി. ക്ലിയർ? ദെൻ 10,000 രൂപയായിരുന്നു ഫർണിച്ചറിന്റെ വാല്യൂ. അതിന്റെ 5% ഡിപ്രീസിയേഷൻ വെക്കാന്ന് പറഞ്ഞാൽ എത്ര വെക്കണം? 500 വെക്കണം. അങ്ങനെ 3,500 ഡിപ്രീസിയേഷൻ വെച്ചു. ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇല്ലെ? ക്രെഡിറ്റിൽ കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട് 800 രൂപ. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്തു? ഇതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 35,500 കിട്ടി. സെയിം ടോട്ടൽ എടുത്ത് എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തു. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു, പ്രൊവിഷൻ കുറച്ചു, സാലറി കുറച്ചു, റെന്റ് കുറച്ചു, ഡിസ്കൗണ്ട് കുറച്ചു, കമ്മീഷൻ, ദെൻ റെന്റ്, ഇതൊക്കെ നമ്മൾ ലെസ് ചെയ്തപ്പോൾ നമുക്ക് 24,000 രൂപ കിട്ടി. 24,000 എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇത് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആണ്. സോ അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഓവർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അങ്ങോട്ട് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യാം. So this is balance sheet. Balance sheet as on 31st March 2018. നമ്മൾ അസറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെ? ക്യാഷ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പ്ലേസ് ചെയ്തു. ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ പ്ലേസ് ചെയ്തു. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രയൽ ബാലൻസ് കാണില്ല, അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ട് അല്ലെ? പ്രീപെയ്ഡ് മറ്റായിട്ട് അല്ലേ? പ്രീപെയ്ഡ് നമ്മുടെ അസറ്റ് അല്ലേ? എഗെയിൻ ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് നമ്മൾ പഠിച്ചില്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിന് അസറ്റ് സൈഡ് കാണിച്ചു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ഒന്ന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കും, മറ്റൊന്ന് നമ്മൾ എവിടെ കാണിക്കും? അസറ്റ് സൈഡ് കാണിക്കും. ബിൽസ് റിസീവബിൾ, ഇതാണ് ബിൽസ് റിസീവബിൾ, അസറ്റ് ആണ്, നമ്മൾ അവിടെ കാണിച്ചു, അസറ്റ് സൈഡ് കാണിച്ചു. ദെൻ സൺട്രി ഡെറ്റേഴ്സ് 20,000 ഉണ്ട്, അതിന്റെ 5% ഇപ്പം വെച്ച പ്രൊവിഷൻ ഉണ്ട് അല്ലെ? ബാഡ് അപ്റ്റ് പ്രൊവിഷൻ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലെസ് ചെയ്യണം, 19,000 ആയി. ബിൽഡിംഗ് 17,000. മെഷീനറി 30,000 ആണ് എഴുതുക, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണ്ടേ? ലെസ് ചെയ്യണം, അത് ലെസ് ചെയ്തു. ഫർണിച്ചറിന്റെ വാല്യൂവിൽ നിന്ന് അതിന്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു, അതും നമ്മൾ ചെയ്തു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഉണ്ട്, ട്രീറ്റ്മെന്റ് ഇതായിരുന്നു, സാലറി കൂടെ ആഡ് ചെയ്യുക. എഗെയിൻ ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. സൺട്രി ക്രെഡിറ്റർ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ തന്ന ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് ലയബിലിറ്റി സൈഡിൽ വെച്ചു, അത്രേ ചെയ്തുള്ളൂ. ബിൽസ് പേയബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതേപോലെ എടുത്തു വെച്ചു. ഓക്കെ, ലോൺ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ട്രയൽ ബാലൻസിലുണ്ട്, ലയബിലിറ്റി സൈഡിൽ കാണിച്ചു. ദെൻ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു 80,000. ദെൻ ഈ 24,000 എവിടുന്ന് വന്നതാ? നെറ്റ് പ്രോഫിറ്റ് എവിടുന്ന് കിട്ടിയതാ? നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു എങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിനെ കൂടെ ആഡ് ചെയ്തു. 1,04,000 ആയിട്ടുണ്ട്. ബട്ട് ക്വസ്റ്റ്യനിലുണ്ട് ഓണർ എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ പർപ്പസിന് എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ട്, അതിനെ എന്ത് വിളിക്കുക? ഡ്രോയിങ്സ് അല്ലെ? 2,000 രൂപ അയാൾ പിൻവലിച്ചിട്ടുണ്ട്. അയാൾക്ക് എത്ര ഉണ്ടായിരുന്നു? 1,04,000 ഉണ്ടായിരുന്നു, 2,000 പിൻവലിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ? 1,02,000. ഓക്കെ, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,41,000, 1,41,000. ക്ലിയർ? എനി ഡൗട്ട്? ഞാനിപ്പോ പറഞ്ഞതിൽ ഏതെങ്കിലും ഐറ്റം സംശയം ഉണ്ടെങ്കിൽ പറ. ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. നോക്കിയേ, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കി, എന്തെങ്കിലും ഐറ്റം വന്നത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, എനി ഐറ്റം ഡൗട്ട് ഉണ്ടോ? ഇല്ല. Then what about profit loss account? ഇതെന്താ? 2 കമ്മീഷൻ, ഡൗട്ട് ഉണ്ടോ? ഇതൊന്ന് കമ്മീഷൻ റിസീവ്ഡ് ആണ്, ഒന്ന് പെയ്ഡ് ആണ്. ഓക്കെ, ഇത് റിസീവ്ഡ് ആണ് അല്ലെ? ക്രെഡിറ്റ് സൈഡിലും റിസീവ്ഡ് ആണ്, ഇതെന്താണ്? പെയ്ഡ് ആണ്, ഇത് എക്സ്പെൻസ് സൈഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡ് ചെയ്യും, പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യും, ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതും. ഇത് ബാലൻസ് ഷീറ്റ് കൊണ്ട് ലെസ് ചെയ്യും. എനി ഡൗട്ട്? നോ ഡൗട്ട്. സോ വാട്ട് അബൌട്ട് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും വാല്യൂ ക്യാഷ് വന്ന് അറിയാലോ, കോപ്പി ചെയ്തു. ബാങ്ക് വന്നത് ജസ്റ്റ് കോപ്പി ചെയ്തു. പ്രീപെയ്ഡ് റെന്റ് വന്ന് അറിയോ? അവിടെ ലെസ് ചെയ്തിട്ടുണ്ട്, ആ എമൗണ്ട് ഒന്നും കൂടെ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് വന്ന് അറിയോ? അഡ്ജസ്റ്റ്മെന്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, 2 സ്ഥലത്ത് കാണിക്കും, രണ്ടാമത്തെ സ്ഥലം എവിടെയാണ്? ന്യൂ പ്രൊവിഷൻ ലെസ് ചെയ്ത് എന്തുകൊണ്ടാ? നമ്മൾ അവിടെ പ്രോഫിറ്റ് അക്കൗണ്ടിൽ ന്യൂ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, ബാലൻസ് ഷീറ്റിൽ വന്നിട്ട് ലെസ് ചെയ്യാണ് ചെയ്യുക. ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കേണ്ടതാണ്, ഈ 2 ഡിപ്രീസിയേഷൻ നമ്മൾ കുറച്ചു.
പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യണം. ക്ലിയർ? എനി ഡൗട്ട് ഉണ്ടോ? ഇല്ല.